നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അരവിന്ദിന്റെ മക്കളുടെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇനി ഇടാൻ പറ്റുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ ചാനലിനകത്ത് അവരുടെ കഥകളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വിശാല് യമുനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. യമുനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, എന്റെ കൂടെ വാ, നമുക്കൊരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞു. പക്ഷെ യമുനയ്ക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. യമുന പറഞ്ഞു, എങ്ങോട്ടാ വിശാലെ? അതെ, നിനക്ക് നിന്റെ അച്ഛൻ കഷ്ടപ്പെടുന്നുണ്ടാക്കിയ തോട്ടം വേണ്ടേ? അത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് സെറ്റാക്കി തരാം. ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ തോട്ടം, അത് നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ കേൾക്കാതിരിക്കില്ല. ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക, നീ എന്നോടൊപ്പം വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ യമുനയ്ക്ക് ഭയങ്കര പ്രതീക്ഷയായി. യമുന ചോദിച്ചു, അല്ല തോട്ടം ഞങ്ങൾക്ക് കിട്ടൂലല്ലേ, അല്ലെങ്കിൽ പൈസ കിട്ടൂല അല്ലേന്ന് ചോദിച്ചു. എന്താ നിനക്ക് സംശയമുണ്ടോ? നിനക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കുക. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ യമുനയെ വിളിച്ചോണ്ട് പോയി കാറിലേക്ക് കയറുമ്പത്തിന് യമുന ചോദിച്ചു, അല്ല നമ്മളിത് എങ്ങോട്ടാ പോന്നേ? ഇത്തിരി അങ്ങോട്ട് പോകണം, അച്ഛനെ അവിടേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, അച്ഛൻ അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. യമുനയ്ക്ക് യാതൊരു സംശയവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നീള സ്കൂള് വിട്ടു വന്നു. നീള സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ നീളയ്ക്ക് ഓരോ പാഠങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കാവേരി. ഈ സമയത്ത് അസ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായ ശാരദ ഇടയ്ക്ക് ഫോണും വിളിക്കുന്നുണ്ട്. പക്ഷെ എങ്കില് വിളിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ശാരദയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും നിളയോട് കാവേരി പറഞ്ഞു, നീ ഇത് എവിടെ നോക്കിയാ? നിനക്ക് ഇംഗ്ലീഷൊക്കെ എഴുതാൻ അറിയാലോ, പിന്നെ നിനക്ക് മലയാളക്ഷരങ്ങൾ എഴുതിയാൽ എന്താ? അത് പിന്നെ ഇംഗ്ലീഷ് എഴുതുന്ന പോലല്ല, മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാ കാവേരി ചേച്ചി. ബുദ്ധിമുട്ട് ഒരെണ്ണം കിട്ടുക എന്നാണല്ലോ. അതും പറഞ്ഞുകൊണ്ടൊരു പിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നീള പറഞ്ഞു, കാവേരി ചേച്ചി എന്നെ പിച്ചില്ല, എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എത്ര വട്ടം നിന്നോട് പറഞ്ഞു? അതെങ്ങനെയാ, പെണ്ണിന് ഒന്നും രണ്ടും പറഞ്ഞാലൊന്നും തലേ കയറത്തില്ലോ. ഗംഗ പറഞ്ഞു, എന്തിനാ നീ അവളെ പിച്ചുന്നേ? നിനക്ക് മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ മേലെ? അതെ ഗംഗേച്ചിക്ക് അത് പറഞ്ഞാൽ മതി. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇവൾ ഒരു കാര്യം ശ്രദ്ധിക്കില്ല. ഇത് കേട്ടത് നില പറഞ്ഞു, ഗംഗേച്ചിക്ക് കോളേജിൽ പോയി പഠിക്കാൻ മേലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാവേരി ചേച്ചിയുടെ പിച്ചു കൊള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഗംഗേച്ചാണ് എന്നെ വഴക്ക് പോലും പറയില്ലായിരുന്നു. അതെ അതെ, വഴക്ക് പോലും പറയത്തില്ല. നിന്നെ ഉണ്ടല്ലോ തലമെണ്ടൊക്കെ അടിക്കുകയോ ചെയ്യണ്ടേ, എത്ര പറഞ്ഞാലും തലയിലേക്കും കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിള ദേഷ്യപ്പെടുകയാണ്. കാവേരി ദേഷ്യപ്പെടുകയാണ് നിളയോട്. ആ സമയത്ത് ഗംഗ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ചാടന്ന് നിൽക്കുന്നത്. ഗംഗ വെച്ച്, എന്താമേ എന്ത് പറ്റി? അമ്മ ആരെയും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നേ? അല്ലടി, ഇതുവരെയായിട്ട് യമുന വന്നിട്ടില്ലോ, അവള് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അവള് വരും, അവൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ച് നിൽക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജിൽ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എഴുതാനും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും താമസിക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ശാരദ പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നില്ല. അന്നെങ്കിൽ അവൾക്ക് പിന്നെ ഫോണെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചുകൂടെ? ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയണേ. അത് പിന്നെ ചിലപ്പോൾ ക്ലാസ്സിലായിരുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചായിരിക്കും. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്തിനാ എന്നൊക്കെ ഗംഗ ചോദിച്ചു. ഈ സമയത്ത് യമനെയും കൊണ്ട് വിശാല് പോവാണ്. പോകുന്ന സമയത്ത് യമന പറഞ്ഞു, അതെ പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. ഇതിപ്പോൾ കുറച്ച് ദൂരം ആയല്ലോ നമ്മൾ വന്നിട്ട്, എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ മാർത്താണ്ഡം, അവിടേക്ക് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയുടെ കയ്യിലേക്ക് വിശാല് തൻ്റെ കൈയൊക്കെ വെക്കുവാണ്. അങ്ങനെ ഗംഗ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്ന, യമുന ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയത്ത് യമനയ്ക്ക് എന്തോ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. വിശാല് തന്നെ ചതിക്കില്ല എന്നൊക്കെ ഒരു വിശ്വാസമായിരുന്നു. അങ്ങനെ ഒടുവിൽ ഒരു വീടിന്റെ അടുത്തേക്ക് കാറി നിൽക്കുകയാണ്. അല്ല ഇതെന്താ ഇവിടെ? അതെ ഇവിടേക്ക് അച്ഛൻ വരുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അച്ഛനിപ്പോ തന്നെ വരുമെന്നേ, അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി. യമനയ്ക്ക് വിശാലിന്റെ കാര്യത്തിൽ സംശയം തോന്നിയില്ല. അവൻ തന്നെ ചതിക്കില്ല, അവന് ചതിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് യമുനയെ കാണാതെ ആകെപ്പാട് ടെൻഷനായി ശാരദയ്ക്കൊക്കെ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നീട് ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി വരാൻ പറഞ്ഞു. അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് കാവേരി പോയി. അപ്പം ഈ പറയുന്ന യമുനയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കണം. അപ്പം അവർക്കാർക്കും അറിയത്തില്ല യമുന എങ്ങോട്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് പെട്ടെന്ന് ആദിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നേ. ബെസ്റ്റ് ഫ്രണ്ടാണ് ആദില. അതെ നമുക്ക് ആദിലോടൊന്ന് ചോദിച്ചു നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദിലെ പോയി കണ്ടപ്പത്തിന് ആദിൽ പറഞ്ഞു, അതിന് അവൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ക്ലാസ്സിലില്ലായിരുന്നോ? അതെ, ഉച്ച കഴിഞ്ഞപ്പോൾ തലവേദനയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണുകയും ചെയ്തില്ല. അപ്പം ഞാൻ കരുതി എങ്കിൽ വീട്ടിൽ പോയി കാണുമായിരിക്കുന്നു, തലവേദന ആയതുകൊണ്ട്. എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാവേരിക്കും ഗംഗയ്ക്കും എങ്ങനെ വീട്ടിലേക്ക് ചെല്ലണം നടത്തില്ല. ശാരദ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ
ശാരദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എവിടെ പോയെന്നും അറിയത്തില്ല. രണ്ടുപേരും മാറി മാറി ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. കിട്ടുന്നു പോലില്ല യമുനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട്. അങ്ങനെ അവര് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ശാരദ രാധമ്മയ്ക്ക് ഓടി ഇറങ്ങി ചെന്നു. എന്തായി മോളെ, വല്ല വിവരം കിട്ടിയോ? യമുന എന്തിയെ എന്നൊക്കെ ചോദിച്ചു. അമ്മ, ഞങ്ങൾ അന്വേഷിക്കാന്നോർത്തൊക്കെ അന്വേഷിച്ചു, ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചു. അവർക്കാർക്കും അറിയത്തില്ല എവിടെ പോയെന്ന്. ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞേ. ക്ലാസ്സിലും ഇല്ലായിരുന്നു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ച് തടിച്ച് നിലവിളിക്കുവാണ് ശാരദ. കാവേരി പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അമ്മ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക. അമ്മ വെറുതെ കിടന്നിങ്ങനെ ഒച്ചപ്പാടും വെള്ളവും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോഴാണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. വിനീതിനോട് കാര്യങ്ങളൊക്കെ ഗംഗ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വേണ്ടത് എന്താണെന്ന് ചെയ്യാം. അമ്മായി ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗംഗയും കാവേരിയും കൂടി വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കാവേരി പറഞ്ഞു, എനിക്ക് തോന്നുന്നേ ഒരു പക്ഷെ ആ വിശാലിനോടൊപ്പം പോയി കാണുമായിരിക്കുന്ന. വിശാലിനോടൊപ്പം? അതെ, വിശാലുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തോ ചുറ്റുകളികളൊക്കെ ഉണ്ടായിരുന്നു തോന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജയപാലിന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം വിനീത് പറഞ്ഞു, അത് ശരിയാ, എനിക്കും തോന്നുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഗംഗയും വിനീതും കാവേരിയും കൂടെ ജയപാലിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ്. എങ്ങനെയെങ്കിലും യമുനയെ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രവീണ എന്ന് പറഞ്ഞ് കഥ തുറക്കുന്നേ. കാവേരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നിങ്ങളോ ബാ കയറി വാ, അകത്തിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇവിടെ ഇല്ലേ? വിശാൽ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. എന്താ കാവേരി, എന്ത് പറ്റി? അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ജയപാലൻ ചോദിച്ചു, എന്താ കാവേരി, കാര്യം എന്താ? കാര്യമൊക്കെ നിങ്ങളുടെ മോനോട് പറഞ്ഞാൽ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അവനിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ലേ, അവൻ എവിടെ പോയതാ? അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, അവൻ അവന്റെ പെങ്ങളെ കാണാനായിട്ട് പോയിരിക്കുക. കാവേരി പറഞ്ഞു, വെറുതെ പച്ചക്കള്ളം പറയരുത്, അവൻ ഇങ്ങോട്ട് വിളിക്കുക. എന്റെ യമുനയുണ്ട് എവിടെയുണ്ടെന്ന് അവനോട് ചോദിക്കുക. യമുനയോ? നിന്റെ അനുജത്തിയെ കണ്ടില്ലേ, നീ ഇവിടെ വേണമെന്നാണ് തിരക്കുന്നേ. അതെ, ഇവിടെ വന്ന് തിരക്കേണ്ട വരുവാണെങ്കിൽ ഇവിടെ വന്ന് തിരക്കാതിരിക്കാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. യമുനയെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നേ. അവൾ എവിടെയുണ്ട്? നിങ്ങളെ മോനോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, എന്റെ മോനോടോ? അതിന് എന്റെ മോനോട് ചോദിക്കുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അനുജത്തി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാൻ നോക്ക് എന്നൊക്കെ രീതിയിലുള്ള സംസാരിക്കുകയാണ് ജയപാലൻ. കാവേരിക്ക് നിയന്ത്രണം വിട്ടു. അയാളുടെ കാരണം കുറ്റി നോക്കി രണ്ടര പൊട്ടിക്കാണ്ട് തോന്നി. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, കാവേരി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര വിഷമത്തോട് കാവേരി പറഞ്ഞു, നമ്മളിനി എവിടെ പോയി അന്വേഷിക്കും എന്ന് ചോദിച്ചു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിശാലിൻ്റെ അമ്മ പറഞ്ഞു, അതെ ചേട്ടാ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് അവനെങ്ങാനും പോയി കാണുമോ? നമ്മുടെ മോനല്ലേടി, അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ കാവേരിയോട് പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, അവളെ കുറിച്ചൊരു വിവരമില്ലല്ലോ, നമുക്ക് നോക്കാം ചേച്ചി, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് സമയം പോകുന്നതനുസരിച്ച് വല്ലാത്തൊരു ടെൻഷനായിരുന്നു യമുനയുടെ മനസ്സിൽ. ഇതുവരെയായിട്ടും ജയപാലനാണെങ്കിലോട്ട് വന്നിട്ടുമില്ല. ഒടുവിൽ വിശാലിനോട് ചോദിച്ചു, വിശാലെ എന്താ ഇത്, എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? നിന്റെ അച്ഛനെ വിളിച്ച് വരാൻ പറ, എനിക്ക് വീട്ടിൽ പോകണം. സമയം വൈകിട്ടുണ്ടെങ്കിൽ അച്ഛനും എൻ്റെ കൂടപ്പിറപ്പുകളും അമ്മ എൻ്റെ കൂടപ്പിറപ്പുകളും അവർക്കെല്ലാം ടെൻഷനാവും, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശാല് പറഞ്ഞു, നീ അവിടെ നിൽക്കടേന്ന് പറഞ്ഞു. എന്താ വിശാൽ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ എന്താ വിശാലിനൊരു മാറ്റം? അതെ, തൽക്കാലത്തേക്ക് നീ ഇവിടെ നിന്നാ മതി, ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പോകുന്നില്ലെന്നോ? പിന്നെയോ, നമുക്ക് എൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്നേ. 2 ദിവസം ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് പോയാൽ മതി. അത് കേട്ട് ഇനിയിപ്പോൾ അതിന് ഭയങ്കര ദേഷ്യവും സങ്കടമായപ്പോൾ യമുനയ്ക്ക്, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ഉള്ള കാര്യം പറഞ്ഞത്, നീ ഇവിടെ കിടന്നാൽ മതി. അതും പറഞ്ഞിട്ട് വിശാല് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഥ അടയ്ക്കുമ്പോഴത്തേനും യമുന ആ കഥയെ മുട്ടുവാണ്. വിശാലെ തുറക്കാനൊക്കെ പറഞ്ഞിട്ട്, ഇടി അവിടെ കിടക്കടി, നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? നിന്നെ ഞാൻ വളർത്താൻ കൊണ്ടുവന്നാന്നോ? ഒരിക്കലും അല്ല. നിന്റെ വീട്ടുകാർക്കുള്ള പണി ഇപ്പം കിട്ടിയിട്ടുണ്ട്. നിനക്കിട്ടുള്ള പണി അധികം വൈകാതെ തന്നെ കിട്ടും. നീ അവിടെ കിടക്കണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ദേഷ്യപ്പെട്ട് വിശാൽ ഇറങ്ങി പോവുക. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ യമുനയൊന്ന് കരയുവാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നത്. നന്ദി.